വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ലെസ് ജേർണീനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ എനിക്കാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടായത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ ആ ടൈമിലായപ്പോഴാണ്. എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ എനിക്ക് വളരെയധികം വെയിറ്റ് കൂടിയത്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലൊന്നും അധികം എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നില്ല. ഒരു 7th മന്തൊക്കെ തൊട്ടിട്ടാണ് എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടായത്. അത് ഒരു 60 കിലോ അല്ലെങ്കിൽ 59 കിലോന്ന് എനിക്ക് ഒരു 74 കിലോ വരെ വെയിറ്റ് കൂടിയിട്ടോ. അപ്പോൾ എന്താ പറയുക, ഫേസൊക്കെ ഭയങ്കര ബബ്ലി ആയിട്ടൊക്കെ ആയിരുന്നു. വയറ് കണ്ടമാനം ഉണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ തടി വെച്ച് ഒരു വീർത്തൊരു ബോള് പോലെ ഇരുന്നു കേട്ടോ. അപ്പോൾ തമ്മിൽ കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എല്ലാവരും ചോദിക്കാണ് എന്താ പറയുക, അമ്മേനെ വെട്ടിക്കോ എന്നൊക്കെ ആയിരുന്നു ചോദിക്കണ്ടായിരുന്നേ എന്നെ കാണണവരെല്ലാവരും. കാരണം അമ്മയുടെ ഒപ്പത്തിനൊപ്പം എത്താറായിട്ടുണ്ടായിരുന്നു വെയിറ്റ്. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമല്ലോ, അമ്മേനെ വെട്ടിക്കോ അങ്ങനെയാണ്. ആൾക്കാർക്ക് പിന്നെ ഒരു ബുദ്ധി ബോധമില്ല എന്ന് തോന്നുന്നു. ഒരു പ്രഗ്നൻസി കഴിഞ്ഞിരിക്കണ ഒരു കുട്ടിയോട് ഇങ്ങനെയാണോ ചോദിക്കണേ, ഇങ്ങനെ തടിച്ച് വീർത്ത്? അത് എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവം തന്നെയല്ലേ. കണ്ടപ്പോൾ തന്നെ എന്നെ ഇങ്ങനെ കുറ്റം പറയലും എന്നെ കുറെ കളിയാക്കാനൊക്കെ കുറെ പേര് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഒരു ഡിപ്രഷൻ പോലെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേൾക്കുമ്പോൾ. ഇങ്ങനെ വണ്ണം വെച്ചുല്ലോ, ഭയങ്കര ഇതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വർക്കൗട്ടിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എക്സസൈസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ഫുഡ് കൺട്രോൾ ചെയ്തു, പിന്നെ നടക്കാൻ പോയി. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ വെയിറ്റ് എനിക്ക് ലോസ് ആയത്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കുട്ടിക്ക് പാല് കൊടുക്കണോണ്ട് ഞാൻ അധികം ഫുഡൊന്നും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ നല്ല രീതിയിൽ കഴിക്കണ്ടായിരുന്നു. ഒരു 4th 5th മന്തൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ പതുക്കെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തു. എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിഭക്ഷണം നല്ല രീതിയിൽ കുറവാക്കി. ഈ അരിഭക്ഷണം കഴിക്കുമ്പോഴാണ് കൂടുതൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ നല്ല രീതിയിൽ അരിഭക്ഷണം കുറവാക്കി. ബാക്കിയുള്ള ചപ്പാത്തി അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. ഉപ്പുമാവ്, ദോശ, പിന്നെ പുല്ലുപൊടി കൊണ്ടുള്ള റാഗിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ചോറ് എനിക്കാണെങ്കിൽ ഭയങ്കര പ്രഗ്നൻസിയിലെ ടൈമിലുണ്ടായിരുന്നു ഭയങ്കര ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുഡ് ക്രേവിങ്സ്. അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം ഒരു ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും ഒക്കെ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഞാനാണെങ്കിൽ ഡെലിവറിയുടെ പ്രഗ്നൻസിയുടെ ടൈമിൽ ഒരു പുലർച്ചെ 2 മണിക്കൊക്കെ ഇരുന്ന് കഴിക്കായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അച്ഛനും അമ്മയൊന്നും പറയാറോ കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ടല്ലേ. പക്ഷേ ഡെലിവറിക്ക് ശേഷം അവരിത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല, ശരിയല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതായത് എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കണം, ആ നേരത്തിരുന്ന് ഫുഡ് കഴിക്കണം, അങ്ങനെയായിരുന്നു. കാരണം ഒരു ഹാബിറ്റ് പോലെ ആയില്ലോ പ്രഗ്നൻസി ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വണ്ണം വെച്ച് നല്ല രീതിയിൽ വീർത്ത് നിറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. അപ്പോൾ ഹോർമോണൽ ചേഞ്ചസും പിന്നെ മുഖമൊക്കെ ആകെ നല്ല രീതിയിൽ കറുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൈയിൻ്റെയും മുഖത്തിൻ്റെ കളറ് വേറെ ആയിരുന്നു ടോട്ടലി. പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പ്രഗ്നൻസിയുടെ ഇതിൽ. ആ പ്രഗ്നൻസി സ്റ്റോറി ഞാൻ വേറൊരു ലോങ് വീഡിയോയിലായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഒറ്റയടിക്കല്ല, പയ്യെ ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ചോറ് കഴിക്കൽ കുറച്ചു, ബാക്കിയുള്ള വെള്ളം നന്നായി കുടിച്ചു തുടങ്ങി. പിന്നെ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് നല്ല രീതിയിൽ മോഷൻ പോകാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഏറ്റവും വലിയ കാര്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലും വൈകിട്ടും നടക്കാൻ പോവായിരുന്നു. അത് ഒരു 1 കിലോമീറ്ററൊക്കെ എന്നും രാവിലും വൈകിട്ടും നടക്കാൻ പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ
1 കിലോമീറ്റർ അല്ല 2 കിലോമീറ്റർ ഒക്കെ. അപ്പം ഞാൻ മാത്രമല്ല പോണ്ടാവുക, അച്ഛനുണ്ടാവും. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഒരു പുലർച്ചെ ഒരു 5 മണി 5:30 നേരത്ത് അച്ഛനും കൂട്ടിയിട്ട് ഞങ്ങൾ നടക്കാൻ പോകും. അപ്പോഴാണെങ്കിൽ ഭയങ്കര കാമാണ്, നല്ല ഫ്രഷ്നെസ് ആണ് പോകാൻ നിൽക്കുന്ന സമയത്ത്. നല്ല ബ്രീത്തിങ്ങും മീൻസ് നല്ല എയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് നല്ലൊരു സുഖാട്ടോ ഇങ്ങനെ നടക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് പറ്റുന്നവരൊക്കെ ചെയ്യുക. ഫുഡ് തന്നെ രീതിയിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ നടക്കെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ഒക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാറില്ല, എന്നിട്ട് നടക്കാൻ പോവും. ഒരു 1 to 2 kilometers ഒക്കെ നടക്കും. നടന്നതിന് ശേഷം വരും. വന്നു കഴിഞ്ഞിട്ട് കുറേ മാമ്പഴം കിട്ടിയിരുന്നു. ഞങ്ങളെ റിലേറ്റീവ്സും അവരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറേ മാമ്പഴവും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പം അത് ജ്യൂസ് അടിച്ചിട്ട് അത് കഴിക്കായിരുന്നു. അപ്പം അത് കഴിക്കണ സമയത്താണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് വേറെ ഫുഡ് ചോറ് കഴിക്കാനോ അങ്ങനത്തെ രീതിയിൽ സംഭവങ്ങൾ കഴിക്കാനോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗ്ലാസ് ഫുള്ള് നല്ല രീതിയിൽ മാംഗോ ജ്യൂസ് കുടിക്കായിരുന്നു. പിന്നെ ഇൻ ബിറ്റ്വീൻ ഫുഡ് കഴിക്കും, പിന്നെ ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കും, പിന്നെ നല്ല രീതിയിൽ മാംഗോ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ ഹെൽത്തിന് നല്ലതുമാണ്, വെയിറ്റ് ലോസ് ജേർണിക്ക് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അതുപോലെ തന്നെ വൈകിട്ടും ഞാൻ നടക്കാൻ പോവായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് വൈകിട്ടും ഞങ്ങൾ നടക്കായിരുന്നു. അപ്പോൾ ഒരുമാതിരി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് പോരാ, ഇത്തിരി നമ്മൾ നടക്കെങ്കിലും ഒക്കെ ചെയ്യണം. എക്സസൈസ് ചെയ്തില്ലെങ്കിലും പോരാ, ജസ്റ്റ് ഒന്ന് നടക്കെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരമാവധി വരെ നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഞാനപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് വെയിറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 60 74 കിലോ ആയിരുന്നു. ഇപ്പം ഞാൻ 60 ആയിട്ടില്ല, ഞാനിപ്പോൾ 64 ആയിട്ടാണ് നിൽക്കണേ. ആ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പണ്ടത്തെ പോലെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. 64 ആണ്. അത്രയും ക്ഷീണിക്കും തോറും എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, വീട്ടുകാരെന്നെ പറയും ഭയങ്കര വൃത്തികേടാവണു ഫേസിനൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ 64 വരെ നിൽക്കുകയാണ്. അതിനും കുറച്ച് തടി കുറയുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണമാവണ പോലെ, മുഖമൊക്കെ ഭയങ്കര പണ്ടത്തെ പോലെ അങ്ങോട്ട് ആവണില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര വെയിറ്റ് കുറഞ്ഞാൽ മതി, അധികം വെയിറ്റ് കുറയുമ്പോൾ അത്രയും എന്താ പറയുക ഫേസൊക്കെ ഭയങ്കര ഒട്ടിയ പോലെയാണ്, രസമില്ല പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും മെയിൻ്റെ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു ഹെൽത്തി വെയിറ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കണേ. അപ്പോൾ കാണുമ്പോൾ അധികം തടിയുമില്ല, ഇപ്പോൾ നോർമലായിട്ട് ഉള്ള പണ്ടത്തെ പോലെ തന്നെ കുറച്ച് വെയിറ്റിൻ്റെ ഡിഫറൻസ് ഉള്ളൂ, അങ്ങനെ ആയിട്ടിരിക്കണു. അപ്പോൾ ഈ വീഡിയോ കാണുക ആർക്കെങ്കിലും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നടക്കുന്നതും ഒരു ഇത്തിരി എക്സസൈസ് പോലെ തന്നെയാണല്ലോ, അങ്ങനെയെങ്കിലും ചെയ്യുക. ജസ്റ്റ് നമുക്ക് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് നമ്മളെ വീട്ടിന് ചുറ്റും പരിസരത്തോ അവിടേക്കോ ജസ്റ്റ് ഒന്ന് നടക്കുക. അതുപോലെ തന്നെ ഷട്ടിലൊക്കെ കളിക്കുന്നത് നല്ലതാട്ടോ. ഞാൻ പിന്നെ വേറൊരു കാര്യം ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ദുബായിൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ നടക്കാറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്കിപ്പ് ചെയ്യായിരുന്നു. ഞാൻ വീട്ടിലിരുന്നിട്ട് നല്ല രീതിയിൽ സ്കിപ്പ് ചെയ്യണത് നല്ല രീതിയിൽ ഹെൽപ്പിംഗ് ആട്ടോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കണ്ടമാനം വെള്ളം കുടിക്കുന്നത് തന്നെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തേനും മിക്സ് ചെയ്തിട്ട് കഴിക്കായിരുന്നു. അതും ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, വയറൊക്കെ നല്ല ഇതാവാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ ആണെങ്കിൽ കണ്ടമാനം വയറായിരുന്നു. ഇപ്പം നോർമലായിട്ട് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇതായിട്ടില്ല, വയറ് പോയിട്ടൊന്നും പറയണില്ല, എന്നാലും വയറ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കാണുമ്പോൾ എൻ്റെ പണ്ടത്തെ ലുക്ക് തന്നെ ആയില്ലോ എന്നൊക്കെ പറയാറുണ്ട്. മുന്നേ പറയണേക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, ഇതെന്താ ആൾക്കാർ ഇങ്ങനെ പറയണേ, ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും എന്തിനാ ഇങ്ങനെ പറയണേ. പിന്നെ ഞാൻ തന്നെ ഫോട്ടോസ് എടുത്ത് നോക്കാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസ് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് അതുപോലത്തെ വീഡിയോ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.